ഇന്നലത്തെ മഴയിലേ സുഹൃത്തുക്കളെ ഇതാ നമ്മളെ ഫാമിലൊക്കെ ഏകദേശം വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളത്തിൽ ഇങ്ങനെ കയറി വന്നു തുടങ്ങി. രാത്രിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ രാവിലെ നമ്മൾ വീഡിയോ എടുത്തിരുന്നു. പിന്നെ ഇത്രയും ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ കുളത്തിലോട്ട് വെള്ളം പിന്നെ കവിഞ്ഞ് തുടങ്ങാൻ തുടങ്ങി. ഈ ഒരു ഭാഗത്തൂടെ നെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം വാപ്പ മൊത്തം ഇവിടെ ഈ ഒരു ഭാഗം നെറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങളെ അവിടെ സേഫ് ആക്കണമെങ്കിൽ നമുക്ക് അവിടെ നെറ്റ് വെക്കണം. അപ്പോൾ നെറ്റ് വെക്കണമെങ്കിൽ കുറച്ച് സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം. നെറ്റ് വെച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. വെള്ളം ഈ ഏരിയയിൽ ഇതാ നമ്മളെ പോണ്ടിൻ്റെ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം മൊത്തം വെള്ളമാണ്. വെള്ളം നമ്മളെ ഫാമിലോട്ട് വലിയ കുളത്തിലോട്ട് കയറാൻ തുടങ്ങി. ചെറിയ കുളങ്ങളാണിത്. ഇതിൽ നിന്ന് കവിഞ്ഞതായി ഈ ഒരു ഭാഗത്തോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ രാത്രി മൊത്തം ഈ നെറ്റ് നമ്മൾ കിട്ടുമായിരുന്നു. വെള്ളം ഇതാ നമ്മളെ പോണ്ടിലോട്ട് ഇങ്ങോട്ട് കയറി കവിഞ്ഞ് തുടങ്ങി. നമ്മൾ സൈഡിൽ ഇതിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഈ ഒരു പോണ്ടിൽ. അപ്പോൾ നമ്മളിത് മൊത്തം നമ്മൾ ചാല് കയറി അതിലോട്ട് നമ്മൾ പിന്നെ ഓരോ ഏരിയ നല്ല വെയിറ്റ് കൂടിയ മണ്ണ് അടിയിലിട്ടുകൊണ്ട് മീൻ കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തോട്ട് കയറാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിലത്തെ മീൻ പുറത്ത് പോകാനും പാടില്ല. നമ്മളെ ഈ ഒരു പോണ്ടിലുള്ള പിന്നെ മീനുകൾ ഇതിൽ നിൽക്കും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഇതാ ഇതുപോലെ നമ്മൾ ചാല് കയറി ഇങ്ങനെ ചാല് കയറിയിട്ട് നമ്മളിതാ ഈ ഷെഡ് നെറ്റ് മൊത്തം ഇതിൻ്റെ അടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ഇട്ട് മൂടുകയാണ്, മണ്ണിട്ട് മൂടുകയാണ്. അപ്പോൾ നമുക്കിത് പിന്നെ ഇളക്കം പറ്റാതെ നമുക്ക് കിട്ടും. ഈ ഒരു ഭാഗത്ത് ഇളക്കം പറ്റാതെ നമുക്ക് പിന്നെ മണ്ണിടാം. പിന്നെ അതുപോലെ തന്നെ ഷീറ്റുകൾ എടുക്കും പോവില്ല. വെള്ളം അഥവാ ഓവർ വെള്ളം വരികയാണെങ്കിലും ജസ്റ്റ് നല്ല പുഷിങ്ങിൽ അവിടെ കൊടുക്കും. കാരണം വെച്ചാൽ ഇതിൻ്റെ അടിയിൽ മണ്ണും പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ 2 വരി മണ്ണിട്ട് കൊടുക്കും. 2 കൊട്ടെങ്കിലും മണ്ണിട്ട് കൊടുക്കണം. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇതാ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും കൂടി നമ്മൾ ലിങ്കാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം മൊത്തം സെറ്റ് ഔട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗം മൊത്തം ഇനി നമ്മൾ ക്ലീൻ ആക്കാനുണ്ട്. ഇതിലൊരുപാട് കുഞ്ഞുങ്ങൾ നമ്മൾ ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ ഏകദേശം ഒരു 10,000-30,000 മുകളിൽ കുഞ്ഞുങ്ങൾ ഇതിലുണ്ടാകും. അപ്പോൾ ഇതിൽ നമ്മൾ ഇവരെ സേഫ് ആക്കാൻ വേണ്ടി ഇതിനപ്പുറത്ത് പാടാണ്. ഈ പാടത്തോട്ടാണ് ഇനി വെള്ളം മറിയാനുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ട് മറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം കണ്ട, ഇവിടുന്ന് മണ്ണ് ഇങ്ങോട്ട് മറിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗമൊക്കെ ഫുള്ള് പുഴ പോലെയാണ്, ഫുള്ള് കടൽ പോലെയാണ്, ഫുള്ള് വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഈ രാത്രി ഇത് മൊത്തം റെഡിയാക്കണം. അല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് മൊത്തം ഇത് വെള്ളം കവിഞ്ഞു പോകും. രാവിലെ തുടങ്ങിയ പണിയാണ്. ആ ഒരു ഭാഗത്തൊക്കെ ചെറിയ പണികളുണ്ടെങ്കിൽ അതൊക്കെ തീർത്തു. പിന്നെ നമുക്ക് അതിൻ്റെ അടിയിൽ പൈപ്പുകളൊക്കെ കയറ്റിയിടാണ്ട്, നമ്മുടെ ഡ്രിപ്പിൻ്റെ പൈപ്പുകൾ അതെല്ലാം നമ്മൾ കയറ്റിയിട്ടിട്ടുണ്ട്. മത്സ്യങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം മീനുകളൊക്കെ അത്യാവശ്യം ഒപ്പം ഇങ്ങനെ വന്ന് നിൽക്കണം. ഈ ഒരു ഭാഗത്ത് കണ്ട ഇത് കണ്ട വെള്ളം എന്തെങ്കിലും പിന്നെ ഇതുണ്ടെങ്കിൽ ഒഴുക്ക് കയറിയാൽ അവരിതിൻ്റെ ഒപ്പം കയറാൻ തുടങ്ങും. മത്സ്യങ്ങളാണിത് മൊത്തം കണ്ടാ. അത്യാവശ്യം 4 ഇഞ്ച് സൈസായിട്ടുണ്ട്. 3 ഇഞ്ച് 4 ഇഞ്ച് സൈസായിട്ടുണ്ട്. ഇതാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് ഏതായാലും മൊത്തം ഇത് സെറ്റാക്കണം. ഇത് സെറ്റാക്കിയിട്ട് ഇനി ബാക്കി പരിപാടി തുടങ്ങുന്നുള്ളൂ. നമുക്ക് അപ്പുറത്ത് പോയി നോക്കണം. ഇനി എത്ര വെള്ളം, മഴ ആയതുകൊണ്ട് അത്യാവശ്യം മഴ ഇവിടെ ഇല്ല ഇപ്പോൾ. പക്ഷേ നല്ല പിന്നെ അതുണ്ട്, വെള്ളം കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം നമുക്കിത് റെഡിയാക്കിയിട്ട് കാണാം.